ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അങ്ങനെ വെൽക്കം ടു ആൽബിൻസ് ഒപ്പീനിയൻ. ആൻഡ് കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കുറച്ച് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് പിന്നെ തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റേണ്ടത്. ആൻഡ് ഞാൻ എക്സാം കഴിഞ്ഞിട്ട് കാണണമെന്ന് വെച്ചൊരു സിനിമയായിരുന്നു ഗെയിം ചേഞ്ചർ. അയ്യോ, ഈ സിനിമ എസ് ശങ്കറിൻ്റെ ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ടു, എന്തിരൻ 2.0, മുതൽവൻ, ശിവാജി. ഈ സിനിമയുടെ കഥ എന്താണെന്ന് ചോദിച്ചാൽ, ശങ്കർ തന്നെ പഴയ പടങ്ങളായ ശിവാജി, മുതൽവൻ, അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ ഇന്ത്യൻ ടൂവിലെ ലഞ്ചവും കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് ഗെയിം ചേഞ്ചർ. ആൻഡ് ഈ പേര് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ആട് എന്ന സിനിമയിലെ വിനായകൻ പറഞ്ഞ ഡയലോഗാണ്. ഒരു മാറ്റമില്ലല്ലോ, അതാണ് എനിക്ക് തോന്നുന്നത്. അതായത് പുള്ളി ഒരു ഇഞ്ച് അനങ്ങിയിട്ടില്ല. ആ എവിടെയാണോ നിന്നത് അവിടെ തന്നെ ഇപ്പോഴും പുള്ളി, ഒരു മാറ്റവും ഇല്ല. എന്തൊക്കെയോ കാണിച്ച് കൂട്ടി വെച്ചേക്കുന്ന. ആൻഡ് എനിക്ക് ഏറ്റവും പറ്റുന്ന, സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും വലിയ ഡ്രോബാക്ക് ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് കാർത്തിക് സുബരാജിൻ്റെ. എനിക്ക് തോന്നുന്നില്ല പുള്ളിയാണ് എഴുതിയെന്ന്. പുള്ളിയെ കുറേ ഇൻ്റർവ്യൂലൊക്കെ പറയുന്നുണ്ടായി ഞാൻ എഴുതി കൊടുത്തതെന്നൊക്കെ. ഒരിടത്തും പുള്ളിയുടെ ആ ഒരു കഥ എന്ന് പറയുന്ന സംഭവം ഒന്നുമില്ല. സ്ഥിരം സാധനം, കറപ്ഷൻ, പിന്നെ മറ്റേ എല്ലാം ഉണ്ട്. സെയിം ആ ഒരു ടെംപ്ലേറ്റ് പടം, മാസ് മസാല പടം. അതിൻ്റെ കൂടെ കുറേ കുറേ പൊട്ട പാട്ട്. ഞാൻ ഒരു പാട്ടും ഇഷ്ടമില്ല സത്യം പറഞ്ഞാൽ, ഒരു പാട്ട് പോലും. ബീജിയം ഒരു പരിധി വരെ കുഴപ്പമില്ല. ഞാൻ തമൻ ചെയ്തുകൊണ്ട് അത്യാവശ്യം കുറച്ച് രീതിയിൽ പുള്ളി ബീജിയം നല്ലൊരു ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം. അതല്ലാണ് പുള്ളിയുടെ പാട്ടുകൾ. പുള്ളിയുടെ സത്യം പറഞ്ഞാൽ ഏറ്റവും വേർസ്റ്റ് ആൽബം ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ സിനിമയിൽ. കാരണം 75 കോടിയിൽ പണി വെച്ച ഒരു പാട്ട് സെറ്റും പരിപാടിയൊക്കെയാണ്. 75 കോടി ഉണ്ടെങ്കിൽ എത്ര സിനിമകൾ എടുക്കാം? ആ പ്രൊഡ്യൂസറോട് എനിക്ക് ചോദിക്കണം. ഈ പടത്തിൻ്റെ ഓവറോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 400-500 കോടിയാണ് വിക്കിപീഡിയ കാണിക്കുന്നത്. എവിടെയാണ് ഈ പൈസ ചെലവാക്കിയത്? ഈ ശങ്കറിൻ്റെ ഈ മറ്റേ ഗ്രാൻഡ് സ്കെയിൽ മേക്കിംഗ്, അതാണ് ഈ സിനിമയ്ക്കകത്ത് ഉടനീളം. വേറൊന്നുമില്ല, ഒരു കുന്തമില്ല ഈ സിനിമയ്ക്കകത്ത്. എനിക്ക് വന്ന ദേഷ്യമുണ്ട്. അയ്യോ, രാം ചരൻ്റെ പിന്നെ കാസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ രാം ചരൺ ഒരു കുഴപ്പമില്ല. എനിക്ക് പുള്ളിയുടെ പാസ്റ്റിലെ സീക്വൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഉള്ളത് പറയാം. അത് എനിക്ക് ഇതിനകത്ത് തോന്നുന്ന ഒരു പോസിറ്റീവ് അതേ ഉള്ളൂ എനിക്ക്. പിന്നെ എന്താ പറയുക, അയ്യോ ജയറാമേട്ടനൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, നിങ്ങൾ അയ്യോ, വെറുപ്പിക്കലാണ് പുള്ളിയുടെ റോൾ സത്യം പറഞ്ഞാൽ. പിന്നെ എസ് ജെ സൂര്യ പുള്ളിയുടെ മറ്റേ അഭിനയം കാണാൻ വേണ്ടി പോകാം. പുള്ളിയുടെ മറ്റേ മാർക്ക് ആന്റണി അല്ലെങ്കിൽ മാനാടൊക്കെ കണ്ടവർ ആ സെയിം അഭിനയം തന്നെ ഇതിനകത്തും. ഒരു മാറ്റമില്ല, പുള്ളിക്ക് ഒരു മാറ്റവും ഇല്ല. ആൻഡ് കയറ അദ്വാനി പിന്നെ ഒരു സിനിമ, ഒരു രാം ചരൺ പടം, അപ്പോൾ അതിനൊരു നായികയും വേണം, അതുകൊണ്ട് ഇറക്കിയൊരു ആള്. അല്ലാണ്ട് ഒരു ഇതുമില്ല. സ്പോയിലറായിട്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഈ സിനിമയ്ക്ക് സത്യമാണ്, പക്ഷെ ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. എന്തായാലും പടം ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ 186 കോടിയാണ്, 186 crore. അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അയ്യോ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇതും ഇന്ത്യൻ ടൂവും തമ്മിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇത് ഒരു പൊടിക്ക്, അതായത് ഇപ്പോൾ 100% ഒരു 0.001% ഒരു ബെറ്ററാണ്. ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദും റൂബനുമാണ്. ഷമീർ മുഹമ്മദ് എന്ന് പറയുന്നത് നമ്മുടെ ടർബോ, പിന്നെ മാർക്കോ, പിന്നെ അങ്ങനത്തെ ഒരു അതായത് പുള്ളിയുടെ ഫിലിമോഗ്രാഫി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കിഡിലൻ പടങ്ങളാണ്. ആൻഡ് പുള്ളി ഇത് എഡിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ലാഗ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, ലാഗ് ഇല്ല. പക്ഷേ ലൈക്ക് നമുക്ക് ചുമ്മാ കണ്ട് തീർക്കാം എന്നുള്ളൊരു, അല്ലാണ്ട് വേറെ ഒന്നും. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ എനിക്ക് പേഴ്സണലി വാല്യൂ തോന്നിയില്ല എന്ന് തന്നെ ഞാൻ പറയും. ആൻഡ് പിന്നെ ഇതിനി കഴിഞ്ഞിട്ട് രേഖാചിത്രം ഒന്ന് കാണണം. അപ്പോൾ അത് കാണണം. അതെനിക്ക് അത്യാവശ്യം പ്രതീക്ഷയുള്ള പടമാണ്. അറ്റ്ലീസ്റ്റ് കുറച്ച് നല്ല പോസിറ്റീവ് റിവ്യൂസ് ആണ് വരുന്നത്.
സോ ഐ ഷുഡ് സീ ദാറ്റ്. അപ്പോൾ അതാണ് എനിക്ക് ഗെയിം ചേഞ്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് യാ, until the next video, bye guys.